സആദത്ത് വേണം ഈ ലോകത്ത്. അതിന് നമ്മൾ സന്തോഷം വേണം. എന്തിനാ ഇപ്പൊ വീട് വെക്കുന്നത്? നല്ല ചുറുക്കുള്ള വീട് വെക്കും, നല്ല ഉഷാറിലെ പെയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണിപ്പോ ഇത്? സന്തോഷം കിട്ടാൻ. ജോലി അന്വേഷിച്ച് പല പല ഇന്റർവ്യൂക്ക് എന്തെല്ലാം ഷൂട്ടും കോട്ടലിട്ട് നമ്മൾ പോകണം അല്ലേ? ഫയലും പിടിച്ച് നടക്കണ ഒരു വെയിലത്ത് വണ്ടി കിട്ടിയിട്ടും ടാക്സിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്തിനാണിപ്പത്? നല്ലൊരു ജോലി കിട്ടിയ സമാധാനം കിട്ടും. പെണ്ണ് കിട്ടാൻ വേണ്ടി നടന്ന് പറ്റിയൊരു പെണ്ണിനെ കിട്ടാതെ 4-5 കൊല്ലായിട്ട് നടക്കുന്ന പുതിയാപ്പിള ആവാൻ പോകുന്ന പ്രതിഷ്ഠിത പുതിയാപ്പിളമാർ. എന്തിപ്പോ ഇങ്ങനെ തരാൻ കാരണം? ഒന്നുമില്ല, യോജിച്ചൊരു പെണ്ണാവുമ്പോ ഒരു സന്തോഷമാണല്ലോ. ആ ഒരു സന്തോഷമായിട്ടില്ല. അപ്പൊ അതുവരെ കാത്തിരിക്കാൻ. എത്രയായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? 5-8 കൊല്ലായി. സമയമായിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറഞ്ഞ് സമാധാനിക്കുകയാണ്. സന്തോഷത്തിന് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? കച്ചവടമൊക്കെ ഉറക്കില്ലാതെ കച്ചവടം ബിസിനസ് ഒക്കെ എന്തിനാ ചെയ്യുന്നത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന് മനുഷ്യന് തോന്നുകയാണ് നമുക്ക്. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ കൂലിയാണ്. ഇതിന്റെയൊക്കെ പകരം അള്ളാഹുമായി നമ്മളൊരു തിജാറത്ത് നടത്തിയാൽ ഇൻഷാ അള്ളാഹ് അതിലൂടെ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മാത്രമേ സന്തോഷം കിട്ടുള്ളൂ. നമ്മളും അള്ളാഹുമായുള്ള ബന്ധം, അതിലെ സമാധാനമുള്ളൂ. തതജാഫാ ജുനൂബുഹും, സന്തോഷം അന്വേഷിച്ച് നടന്നവർ ചെയ്തത് അതാണ്. ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചത് ആരാ? അല്ലാഹുമായുള്ള അലാഖത്തിൽ, ആ ബന്ധത്തിലുള്ള സന്തോഷം അനുഭവിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, പിന്നെ അവിടുത്തെ സ്വഹാബികൾ, പിന്നെ താബിഈങ്ങൾ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, ഇവരൊക്കെ വലിയ സന്തോഷം അനുഭവിക്കുന്നവരാണ്. ഭയങ്കര സന്തോഷം. അല്ലാഹുവുമായുള്ള ബന്ധത്തിലെ സന്തോഷമുള്ളൂ. ഞാനതിന്റെ ആ ആശയത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ടാണ് സൂറത്തു സജദയിലെ ആയത്തുകൾ ഞാൻ ഓതുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആ സമാധാനം കിട്ടാൻ സത്യവിശ്വാസികൾ അന്വേഷിക്കുന്ന മാർഗം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. വിശ്വാസക്കാരത്തിനല്ലേ തഹജ്ജുദ് നിസ്കാരം, സുന്നത്തായിട്ട് കുറച്ചു നേരം നിസ്കരിക്കുക അള്ളാഹുവിന് വേണ്ടി. രാത്രി ഇപ്പൊ കളിയെല്ലാം കാണുമ്പോ എത്ര ഉഷാറുള്ള ആൾക്കാർ ഇരിക്കുന്നത്. ഒരു ക്ഷീണമല്ല, ഒരു കുഴപ്പമില്ല, ഒരു ഉറക്കം വരുന്നില്ല. ഒരു ഗാനമേളോ പാട്ടോ സംഗീത കച്ചേരികളൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് ആൾക്കാരുടെ ആവേശം, ആർപ്പ് വിളിയും സന്തോഷമൊക്കെ എന്താണ്. ഇതൊക്കെ നൈമിഷികമാണെന്നാണ്. ഈ മ്യൂസിക്കൊക്കെ കേട്ട് വന്നൊരു മനുഷ്യനോട് പിറ്റേ ചോദിക്കും എങ്ങനെയുണ്ടെന്ന് പേര് വിടാ, എന്ത് തോന്നുന്നു, കുഴപ്പമില്ല. ഇവർക്ക് തോന്നാണ് സന്തോഷം കിട്ടണമെങ്കിൽ പാട്ട് വേണം, സന്തോഷം കിട്ടണമെങ്കിൽ നൃത്തം വേണം, സന്തോഷം വേണമെങ്കിൽ കള്ളുകുടിക്കണം, സന്തോഷം വേണമെങ്കിൽ വിചരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാർക്കും ശരിയായ സന്തോഷം ലഭിച്ചില്ലെന്ന് അവർക്കറിയാം. അവരുടെ മനസ്സ് പറയേണ്ടത് എനിക്ക് എവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. കുറച്ചു നേരം ചിരിച്ചു എഴുന്നേറ്റ് പോരാണ്, പിന്നെ അവന് സങ്കടമാണ്. ഓരോ തിന്മയും മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയാണെന്നാ. ഓരോ തിന്മയും വരിഞ്ഞു മുറുക്കുക മനുഷ്യനെ. അതുകൊണ്ട് ലോകത്ത് എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു വർഷം മിനിമം 25,000 people do suicide. ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മുതലാളിമാർ, നല്ല പൈസയുള്ള ആളുകൾ. ഇന്തിഹാർ യുകെയിൽ സെയിം നമ്പർ, സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലും വ്യവസായികളായ ആളുകൾ, പൈസക്കാർ ആത്മഹത്യ ചെയ്യുന്നത് മിനിമം 25,000 പേർ ഓരോ വർഷവും. കള്ളുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇഷ്ടം പോലെ കുടിക്കണില്ലേ? അവർക്ക് സുഖിക്കാൻ നാടുകളുടെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുക. ഓൺ അറൈവൽ സ്റ്റാമ്പ്, വിസ എടുക്കാൻ വേണ്ടി ഇമിഗ്രേഷൻ കോഡിന്റെ ആവശ്യമില്ല. നീ ലാൻഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തോ, യു ഗെറ്റ് എൻട്രി, പോകാം. ബീച്ചുകൾ മുഴുവനും കാണാൻ അവർക്ക് അവസരമുണ്ട്. എല്ലാ തോന്നിവാസത്തിനും അവസരമുണ്ട്. ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഇഷ്ടം പോലെ ഉണ്ട്. വ്യഭിചാരം പ്രായപൂർത്തിയായതിനു മുമ്പ് തന്നെ തുടങ്ങിയതാ. ഇതൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് പണ്ഡിതന്മാർ, ചിന്തകന്മാർ വിലയിരുത്ത എന്താണ് കാരണം, എന്താണ് ഇതിന്റെ കാരണം? ഡോക്ടർ
മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ലണ്ടനിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അവിടെ മിനിസ്റ്റേഴ്സും വലിയ വലിയ ഹൈ പേഴ്സണാലിറ്റി മാത്രം വരുന്ന VIP-കൾ മാത്രം വരുന്ന ഹോസ്പിറ്റൽ ലണ്ടൻ സിറ്റിയിൽ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്നത് പ്രഗത്ഭനായ ഡോക്ടറാണ്. അപ്പോ ഈ രോഗിയായി ചെന്ന ആൾ ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി ഷെയ്ഖിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ദാഇയാണ്, പ്രബോധകനാണ്, പണ്ഡിതനാണ്. ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കോൺവെർസേഷൻ നടക്കുമല്ലോ. നിങ്ങൾ മുസ്ലിമാണ്, മുസ്ലിമാണ്, നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടായിട്ടൊന്നും യാതൊരു പ്രശ്നം കാണുന്നില്ലല്ലോ, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത്. എനിക്ക് അങ്ങനെയാണ്, എപ്പോഴും എനിക്ക് നല്ല ധൈര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. എനിക്കിഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വലിയ ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടറാണ്, വീടും സ്വത്തുക്കളും ഇഷ്ടം പോലെ, ഞാൻ കുടിച്ച് ടേസ്റ്റ് നോക്കാത്ത മുന്തിയ തരം കള്ളുകളില്ല, ഒരുപാട് വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ചില നേരങ്ങളിൽ ജീവൻ ഒടുക്കിയാലോ എന്ന് തോന്നാറുണ്ട്. ഡോക്ടർ പറയണത് എനിക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നാറുണ്ട്. എന്താണ് ഇതിന് കാരണം? അതിന് മറുപടി എന്റെ അടുത്തുണ്ട്. എന്തേ? നിങ്ങൾ നിങ്ങളുടെ കണ്ണിന് ആനന്ദം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, ഞാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ നോക്കൂ, പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കും. നിങ്ങളുടെ ചെവിക്ക് ആനന്ദം വേണമെന്ന് തോന്നുമ്പോഴോ ഞാൻ നല്ല മെലഡിയസ് സോങ്സ് ആൻഡ് മ്യൂസിക് ഇതൊക്കെ കേൾക്കും. നിങ്ങളുടെ മൂക്കിന് ആനന്ദം വേണമെന്ന് തോന്നിയാലോ ഞാൻ അത്ര സെന്റ് വാസനിക്കും, അല്ലെങ്കിൽ നല്ല പരിമളമുള്ള പൂന്തോപ്പുകൾ ചെന്നിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ കൊടുക്കുന്ന ആനന്ദം, കണ്ണിന് ആനന്ദം കിട്ടാൻ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, അതിന് പകരം കണ്ണിന്റെ ആനന്ദത്തിന് പകരം ആ സെന്റ് മണത്താൻ എന്താ? അതങ്ങനെ, അത് മൂക്കിൻ്റെതല്ലേ, കണ്ണിൻ്റെതായില്ലല്ലോ. നിങ്ങളുടെ കണ്ണിന് ആസ്വാദനം വേണ്ടതിന് പകരം നിങ്ങൾ മ്യൂസിക് കേട്ടാൽ എന്താ? അത് ചെവിക്കല്ലായിട്ട് എന്റെ കണ്ണിനായില്ലല്ലോ. ശരി ശരി, ഇതാണ് വിഷയം. നിങ്ങൾക്ക് എവിടെയാണ് അസ്വസ്ഥത തോന്നുന്നത്? എന്റെ ഹൃദയത്തിലാണ്. അസ്വസ്ഥത എവിടെയാണ്? ഹൃദയത്തിലാണ്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കാഴ്ച നഷ്ടപ്പെടുന്നത് ഹൃദയത്തിനാണെന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ണിനല്ല. നല്ല കാഴ്ചയുള്ള മനുഷ്യന്മാരുടെ ഹൃദയം അന്ധമാണ്, കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ആസ്വാദനം കിട്ടേണ്ടത് ഹൃദയത്തിന് കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തത് മറ്റെന്തൊക്കെയോ ആണ്. വിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറയുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണയിലെ മനസ്സിന് സമാധാനമുണ്ടാവൂ. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അതാണ്. നിങ്ങൾ കണ്ണിന് പകരം ചെവിക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അല്ലാഹുവിനോടുള്ള സ്മരണയാണ്. അത് നിങ്ങൾ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഓരോന്നിനും വേണ്ടത് കൊടുക്കിൻ, പരീക്ഷിച്ചു നോക്കിൻ. അദ്ദേഹം പറഞ്ഞു, give me a book about Islam. എനിക്ക് പഠിക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം തരണം. അദ്ദേഹം പറഞ്ഞു, pray for me, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിച്ചിരിപ്പുള്ള ലണ്ടനിലെ പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ ജീവിച്ചിരിപ്പുള്ള ഒരാളോട് പറഞ്ഞ അനുഭവം. അദ്ദേഹം പറഞ്ഞു, I may convert to Islam. എനിക്ക് പുസ്തകം തരും, ഞാൻ പഠിക്കട്ടെ. എനിക്ക് ഇസ്ലാമിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് വിഷയം. ഉലമാ പറയാൻ, നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിന്റെ വാറച്ചു കൊണ്ട്, ഹവായി ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആ കാലൊക്കെ ഇപ്പൊ പോയില്ലേ, ഇപ്പൊ നല്ല മുന്തി ചെരുപ്പൊക്കെ ആയതുകൊണ്ട് ആ ചെരുപ്പിന്റെ വാറച്ചു പോയാൽ, ഒരു ചെരുപ്പിന്റെ വാറച്ചു എന്ന് വിചാരിക്കും. ഒരു ഉദാഹരണം പറയാം. കീശയില് പെണ്ണുണ്ട്, ചെരുപ്പ് പോയാൽ പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ചു പെണ്ണ് കാലിന്റെ താഴെ വെച്ച് നടക്കാൻ പറ്റുമോ? കാലിന് കിട്ടേണ്ടതിന്
എഴുതാൻ ഉപയോഗിക്കുന്ന കൊടുത്തിട്ട് കാര്യമുണ്ടോ? നേരെ ഓപ്പോസിറ്റും. പെണ്ണ് വർക്ക് ചെയ്യല്ലേ, ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പെടുത്ത് എഴുതാലോ, എഴുതാൻ പറ്റില്ല. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അല്ലാഹുവുമായുള്ള ബന്ധമാണ്. എന്തേന്നറിയോ? വയസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടവർ. ആത്മാവ് എന്താണ്? മനുഷ്യനെന്ന് പറയുന്നത് we have two dimensions, physical and metaphysical, or material and spiritual. നമുക്ക് രണ്ട് ഭാഗമുണ്ട്, ഭൗതികവും അഭൗതികവുമായത്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ മരിച്ചുപോയാൽ എന്റെ കണ്ണും കാതും കയ്യും കാലൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ സംതിങ് ഈസ് മിസ്സിംഗ്. അപ്പോഴാണ് നിങ്ങൾ മയ്യിത്ത് എന്ന് പറയാ. എന്റെ റൂഹ് അവിടെ ഇല്ലാതിരിക്കുമ്പോ ഞാൻ എന്ന് പറഞ്ഞ എന്റെ റൂഹും എന്റെ ശരീരവുമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. എന്റെ ശരീരം is my physical existence, physical dimension. എന്റെ ആത്മാവ് എന്റെ metaphysical dimension. നമ്മൾ പറയുന്നത് പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്തു. രാവിലത്തെ സുബഹി കൂടെ നിസ്കരിക്കുമ്പോഴാ റൂഹിന്റെ ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ.